ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. പോർച്ചുഗീസ് ക്ലബ് ഫുട്ബോളിലെ ഏറ്റവും വലിയ മത്സര വർഷങ്ങളായി തന്റെ സ്വന്തം കളിസ്ഥലമാക്കി മാറ്റിയതിനാൽ അത് യഥാർത്ഥത്തിൽ ചർച്ചയ്ക്കുള്ളതല്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും റയൽ മാഡ്രിഡിനുമൊപ്പം ട്രോഫി ഉയർത്തിയ റൊണാൾഡോ 5 തവണ ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുണ്ട്. 134 ഗോളുകളുമായി മത്സരത്തിലെ എക്കാലത്തെ മികച്ച സ്കോററാണ് അദ്ദേഹം. കൂടാതെ 42 അസിസ്റ്റുകളുടെ റെക്കോർഡും ചരിത്രത്തിലെ ഏറ്റവും മികച്ചതാണ്. ഈ അംഗീകാരങ്ങൾ റയൽ മാഡ്രിഡിൽ നിന്നും ജുവന്റസിലേക്ക് ചേക്കേറിയ ടൈമിലേതാണ്. 5 തവണ ബാലൻ ഡിയർ ജേതാവ് ഇറ്റാലിയൻ വസ്ത്രവുമായി ക്വാർട്ടർ ഫൈനൽ ഘട്ടം കടന്നിട്ടില്ല. തന്റെ കരിയറിൽ സമയം കണ്ടെത്തുന്നതിന് മുമ്പ് അത് മാറ്റാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. യുവന്റസിനെ മഹത്വത്തിലേക്ക് നയിച്ചെങ്കിലും 36-കാരനായ റൊണാൾഡോ ചാമ്പ്യൻസ് ലീഗ് ക്ലബിൽ മാന്ത്രിക നിമിഷങ്ങൾ നൽകിയിട്ടുണ്ട്. വർഷം 2019. റൊണാൾഡോ അത്ലറ്റിക്കോ മാഡ്രിഡിനെ ഇല്ലാതാക്കാൻ മത്സരത്തിലെ എക്കാലത്തെ മികച്ച പ്രകടനങ്ങളിലൊന്ന് സൃഷ്ടിച്ച ദിവസം. ഇനി കുറച്ച് പിറകോട്ട് നോക്കാം. കളിയുടെ ഒന്നാം പാദം റൊണാൾഡോയും സംഘവും ഗോൾ വലയത്തിലേക്ക് കുതിച്ചെങ്കിലും ഫലമുണ്ടായില്ല. സെക്കൻഡ് ഹാഫിന്റെ 78-ാം മിനിറ്റിൽ ജോസ് ഗിമെനസിയുടെ ഗോളിൽ മുന്നേറുകയും ഡീഗോ ഗോഡിന്റെ 83-ാം മിനിറ്റിലെ ഗോളിലൂടെ ജുവന്റസിനെ 2-0 ആദ്യ പാദം അവസാനിച്ചു. ഇതിനിടെ സിമിയോണിന് വളരെ മോശമായ രീതിയിൽ ഒരു പ്രവൃത്തി കളിക്കിടെ കാണിക്കുകയും ചെയ്തു. അത് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പരക്കുകയും ചെയ്തു. ആദ്യ പാദത്തിൽ ടീമിന്റെ 2-0 തോൽവിക്ക് ശേഷം അത്ലറ്റിക്കോ മാഡ്രിഡ് ആരാധകർ പരിഹാസ രൂപേണ കളിയാക്കാൻ തുടങ്ങി. അവർ നേടിയ ചാമ്പ്യൻസ് ലീഗുകളുടെ എണ്ണത്തിൽ ഡീഗോ സിമിയോണിയുടെ ടീമിനെ പരിഹസിക്കുന്ന റൊണാൾഡോയിലേക്ക് അത് നീങ്ങുകയും ചെയ്തു. റൊണാൾഡോ തന്റെ കൈകൾ കൊണ്ട് ഞാൻ 5 തവണ UCL ചാമ്പ്യനാണ്, നിങ്ങൾക്ക് ഒരെണ്ണം പോലും ഇല്ല എന്ന മറുപടിയോടെ അന്നത്തെ ദിവസം കടന്നുപോയി. എന്നാൽ സിമിയോണിക്കും അത്ലറ്റിക്കോ പടകൾക്കും ആ ആഘോഷത്തിന്റെ ആയുസ് സെക്കൻഡ് ലെഗ് വരെ ഉണ്ടായിരുന്നുള്ളൂ. സമീപകാലത്ത് ഏറ്റവും മികച്ച ഫുട്ബോളർ പ്രതികാര കഥകളിൽ ഒന്നായി ഇത് തുടരുന്നു. സെക്കൻഡ് ലെഗ് കളി തുടങ്ങുന്നതിന് മുന്നേ തന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഒരുങ്ങിക്കൊള്ളൂ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജയത്തിന്റെ ആഘോഷരാവ് തീർക്കുമെന്ന് റൊണാൾഡോ കുറിച്ചു. അത്രമേൽ കോൺഫിഡൻസോടെയാണ് CR7 ഏവർക്കും പ്രതീക്ഷ നൽകിയത്. കളിയുടെ 2-ാം ലെഗിൽ ജുവന്റസും അത്ലറ്റിക്കോയും ചാമ്പ്യൻസ് ലീഗിലേക്കുള്ള സെമി ടിക്കറ്റ് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു അവിടെ അരങ്ങേറിയത്. ജുവന്റസ് 4-3-3 എന്ന ഫോർമേഷനിലും അത്ലറ്റിക്കോ മാഡ്രിഡ് 4-4-2 എന്ന ഫോർമേഷനിലും ആണ് കളി തുടങ്ങിയത്. കളിയുടെ തുടക്കം തന്നെ ഇരു കൂട്ടരും ഗോൾ കണ്ടെത്താനുള്ള കുതിപ്പിലായിരുന്നു. 2-0 എന്ന അഗ്രിഗേറ്റഡ് സ്കോറിൽ അത്ലറ്റിക്കോ മുന്നിലാണ്. 27-ാം മിനിറ്റിൽ പ്ലെയർ ഒരു പിൻ പോയിന്റ് ക്രോസ് ബോക്സിലേക്ക് കുതിച്ചു ചാടി റൊണാൾഡോയുടെ ഒരു പവർഫുൾ ഹെഡർ. സ്റ്റേഡിയം ആകെ ആവേശത്തോടെ കുലുങ്ങി. കളിയുടെ പോക്ക് വല്ലാതെ ചൂട് പിടിച്ചു തുടങ്ങി. സിമിയോണിക്ക് നെഞ്ചിടിപ്പും കൂടി. പിന്നീട് അത്ലറ്റിക്കോ മുൻനിര ഏറെ ഗോൾ ശ്രമം നടത്തിയെങ്കിലും ജുവന്റസിന്റെ ഗോൾ കീപ്പർ തടഞ്ഞു മാറ്റി. പിന്നീട് ജുവന്റസിന്റെ ബെനഡിക്റ്റിയുടെ ബൈസൈക്കിൾ മൂവ്മെന്റും, എന്നാൽ അത് ഗോൾ വലയത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. അതിനുശേഷം തുടരെ ജുവന്റസിന്റെ വേട്ട വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. റൊണാൾഡോയുടെ ലക്ഷ്യം ഗോൾ വലയത്തിൽ തന്നെയായിരുന്നു. അത്ലറ്റിക്കോ ഡിഫൻഡേഴ്സിന് അറിയാം ചെറിയൊരു ഗ്യാപ്പ് കൊടുത്താൽ റൊണാൾഡോ അത് ഗോളിലേക്ക് പറപ്പിക്കുമെന്ന്. പിന്നീട് കളിയുടെ 47-ാം മിനിറ്റിൽ റൊണാൾഡോ വീണ്ടും ഒരു ഹെഡർ ലോഞ്ച് ചെയ്തു. ഗോൾ കീപ്പർ സേവ് ചെയ്ത് പുറത്തേക്ക് തട്ടി മാറ്റിയെങ്കിലും അത് ഗോൾ ലൈൻ കടന്നിരുന്നില്ല. അതിലൂടെ സമനില കൈവരിക്കുകയും ചെയ്തു. കളി അവസാനിച്ചു എന്ന് കരുതിയിരുന്ന മൊമെന്റിൽ മറ്റൊരു പ്ലെയറിന്റെ ഫൗൾ ചെയ്തതിന് പെനാൽറ്റി ജുവന്റസിന് അനുകൂലമായി മാറി. പെനാൽറ്റി എടുക്കാൻ വരുന്നത് റൊണാൾഡോ തന്നെയായിരുന്നു. ഏവർക്കും അറിയാം അത്ലറ്റിക്കോ ആരാധകർ നിശബ്ദരായി. പെനാൽറ്റി അവരുടെ നെഞ്ചത്തേക്ക് എന്ന പോലെ ഗോൾ വല തുളച്ചു. ഹാട്രിക് കംപ്ലീറ്റ് ചെയ്ത് കളി തിരിച്ചു പിടിച്ചു. തന്നെ കളിയാക്കിയ സിമിയോണിന്റെയും ടീമിനെയും വേണ്ടി തനിക്ക് കിട്ടിയ ആ അശ്ലീല ആംഗ്യം തിരിച്ചു നൽകി അവൻ കളി അവസാനിപ്പിക്കുകയും ചെയ്തു.